എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിക്രവും അനിയൻകുട്ടനും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിയൻകുട്ടൻ പറഞ്ഞു, അതെ വിക്രമേട്ടാ, ഇനിയിപ്പം രണ്ടാമതൊന്നുകൂടെ വേദേച്ചിയുടെ കഴുത്തിൽ താലി ആർത്തിയെന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറയണം. ഇത് കേട്ടം വിക്രം പറഞ്ഞു, എന്നെക്കൊണ്ടും പറ്റില്ല എന്ന് പറയാം. ഞങ്ങൾക്കറിയാം രണ്ടാമത് താലി കെട്ടാത്ത എന്തുകൊണ്ടാന്ന്. അതെ രണ്ടാമത് ഇനി ഒന്നുകൂടെ താലി കെട്ടിയിട്ടുണ്ടെങ്കിലേ വേദേച്ചിനെ അംഗീകരിക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പം വേദേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വിക്രമേട്ട അനുസരിക്കേണ്ടതായിട്ട് വരും. അപ്പം അതിനുള്ള വിമുഖത കൊണ്ടല്ലേ അതെ ഇനിയും താലി കെട്ടാനായിട്ട് മടി കാണിക്കണം എന്നൊക്കെ ചോദിക്കണം. അവസാനം വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിയുമ്പം രാജേട്ടൻ പറഞ്ഞു, ഇനി അപ്പം അവൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവൻ അവളുടെ കഴുത്തിൽ താലി ആർത്തും, നമ്മളത് കാണാനായിട്ട് പോവുകയും ചെയ്യും എന്നൊക്കെ പറയണം. ഈ സമയത്ത് ശ്രീകാന്ത് വർഷയുടെ അച്ഛനെ വിളിപ്പിച്ചു. പിന്നീട് വർഷയുടെ അച്ഛൻ വന്നിട്ട് ചോദിച്ചു, എന്താ ശ്രീകാന്തെ എന്ന് ചോദിക്കണം. അപ്പം അമ്മായിപ്പം മരുമോനും തമ്മിൽ ഒരു ഗൂഢാലോചന നടത്തുവാണ്. ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, അതെ ഞാൻ അച്ഛനെ വിളിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാന്ന് പറയും. എന്താ കാര്യം? അത് പിന്നെ ദർശൻ്റെയും വേദയുടെയും കാര്യമെന്ന് പറയാം. അതിനിപ്പോൾ എന്ത് സംസാരിക്കാനാ, വേദയുടെ കല്യാണം കഴിഞ്ഞു, അവള് ഭർത്താവത്ത് ജീവിക്കല്ലെന്ന് വയ്ക്കും. ആ ജീവിതം എങ്ങനെയുള്ളതാന്നുള്ള കാര്യം ദേ അച്ഛൻ അറിയാലോ. ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കണം. ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം ദർശനും വേദയും ഒന്നിക്കണം എന്നാന്ന് പറയാം. അതിന് നടക്കുമോ, അതിന് വേദ സമ്മതിക്കുമോ എന്ന് ചോദിക്കാം. വേദ സമ്മതിക്കും, അല്ലെ അവളെ കൊണ്ട് നമ്മൾ സമ്മതിപ്പിക്കുമെന്ന് പറയാം. അതെങ്ങനെ സാധിക്കുമെന്നാ പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അവനെ വിക്രം അവനല്ലേ ഒരു തടസ്സം, ആ തടസ്സത്തെ അങ്ങോട്ട് വെട്ടിമാറ്റണം എന്ന് പറയാം. നീ എന്താ ഉദ്ദേശിക്കുന്നേ? അവനെ തീർത്ത് കളയാനാണെന്ന് നിൽക്കും. അതെ അവനെ തീർത്ത് കളയണം. ഒരു കാരണവശാലും അവൻ ഇനി വേദയോടൊപ്പം ജീവിക്കരുതെന്ന് പറയണം. അവനില്ലാതായാൽ പിന്നെ വേദയ്ക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ വന്ന ദർശന അവളുടെ കഴുത്തിൽ താലി ആർത്തിക്കൊള്ളുന്ന് പറയാം. അതിനിപ്പോൾ ദർശനം സമ്മതിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദർശനം സമ്മതിക്കുമെന്ന് ചോദിക്കാം. അതൊക്കെ ദർശനെ കൊണ്ട് നമുക്ക് സമ്മതിപ്പിക്കാം. അല്ലെ വിക്രത്തിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും അവന് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വേദയ്ക്കൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം പിന്നീട് വേദയ്ക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. അങ്ങനെയാണെ ഓക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷേ ഒരു കാര്യമുണ്ട്, അതിനു മുമ്പ് ഒരു കാരണവശാലും ഇത് ദർശനം അറിയാൻ പാടില്ലെന്ന് പറയും. ഇല്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം, പിന്നെ എന്നാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാലും ഇത് പുറത്താവരുത്, ലീക്കാവരുത്, പിന്നെ നമ്മൾ പിടിക്കപ്പെടുകയും ചെയ്യരുതെന്ന് പറയണം. അങ്ങനെ അവർ ചില പ്ലാനുകളും തന്ത്രങ്ങളും ഒക്കെ ചെയ്യുവാണ്. കാരണം വിക്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളും പദ്ധതികളൊക്കെയാണ് നടപ്പാക്കുന്നത്. ആ സമയം ഇതൊന്നും അറിയത്തില്ലാതെ വിക്രം വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം കമല അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പന്തൽ പണിയാനായിട്ട് ആൾക്കാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പം വിക്രം ചോദിച്ചു, അമ്മ ഇത് എന്ത് ഭാവിച്ചാൽ നിൽക്കുക, എന്ത് അല്ല ഇവരെയൊക്കെ വിളിച്ചു വരുത്തി എന്തിനാ? എടാ വലിയ പന്തലൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിൽ ഒന്നും നടത്തണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോ വിക്രം പറഞ്ഞു, ഇതേ അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ എന്ന് പറയണം. അതെന്താടാ? നിന്റെ അച്ഛമ്മയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ തള്ളക്ക് ഇത് എന്തിൻ്റെ കേടാന്ന് ചോദിക്കും. എടാ നീ ഇങ്ങനെയൊന്നും പറയരുത് നിന്റെ അച്ഛമ്മയെക്കുറിച്ച്. ഒന്നും അല്ലേലും അത്ര പ്രായത്തിന് മൂത്തല്ലേ, അതിനേക്കാൾ ഇവര് നിന്നെ ജീവന അച്ചമ്മയ്ക്ക്, നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് പറയണം. അച്ചമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞ്. അതിൻ്റെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ എന്ന് പറയണം. അപ്പോഴേക്കും അകത്തുനിന്ന് അപ്പുമോൾ ഓടി ഇറങ്ങിയിട്ട് ചെറിയച്ചാന്ന് പറഞ്ഞ് ഓടി വിക്രത്തിൻ്റെ തോളയിലേക്ക് കയറുകയാണ്. അല്ലേ എന്ത് പറ്റി എൻ്റെ മോക്ക്? അതെ എന്നെ പുറത്ത് കൊണ്ടുപോയി ചെറിയച്ചാന്ന് ചോദിക്കുക. പുറത്തോ? അത് ചെറിയച്ഛന് കുറേ പണികളുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പം വേദം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പിന്നെ ആണോന്നോ ചെറിയച്ഛന് ജോലിക്ക് പോകാനുള്ള, എന്നിട്ട് വേണ്ടേ വൈകുന്നേരത്തെ അരി മേടിച്ചുകൊണ്ട് വരാൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. ഇത് കേട്ടം വിക്രം രൂക്ഷമായിട്ടൊന്ന് നോക്കുകയാണ് വേദയെ. അപ്പോഴേക്ക് ശ്രീജ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അതെ എനിക്കോ അല്ലെങ്കിൽ വിശ്വേട്ടനെ കൊണ്ടാൻ പറ്റില്ല. വിശ്വേട്ടൻ പറഞ്ഞു അടുത്ത ദിവസം കൊണ്ടാന്ന് പറഞ്ഞു. അവൾക്കാണെങ്കിൽ ഇന്ന് പോകണമെന്ന്. അവൾ ചെറിയച്ഛൻ്റെയും ചെറിയമ്മയുടെയും കൂടെ പോയിക്കോളാന്നാണ് പറഞ്ഞതെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം വിക്രത്തിനൊരു ഓപ്ഷൻ ഇല്ല. ആ സമയത്ത് കമൽ പറഞ്ഞൊരു കാര്യം കൊണ്ടോ, നിങ്ങൾ രണ്ടുപേരും കൂടെ മോളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് വരാൻ പറയണം. ഇത് കേട്ടപ്പം അപ്പം മോൾ അല്ലെങ്കിലും ചെറിയച്ഛനും ചെറിയമ്മയും കൊണ്ടുപോയാലും എന്താ കുഴപ്പം? ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന ആരാ? ചെറിയച്ഛനൻ അല്ലേ? അപ്പം പിന്നെ എന്നെ കൊണ്ടുപോയാലും എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കണം. പെട്ടവിടെ വിക്രത്തിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ സമയം കമല പറഞ്ഞു, കേട്ടോ മോള് പറഞ്ഞേ ശരിയല്ലേ, രണ്ടുപേരും അല്ലേ കൂട്ടിക്കൊണ്ട് വന്നേ, രണ്ടുപേരും കൂടെ തന്നെ പുറത്തുണ്ടാകാൻ പറയണം. അങ്ങനെ മോളെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്, രണ്ടുപേരും പുറത്ത് പോവാണ്. ഈ സമയം നന്ദിനിക്ക് ഇത് ഒട്ടും അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പുറത്തേക്ക് പോയതെന്നും. ആ സമയം ഗുണ്ടാഭിലാഷ് ഇവരെ പിന്തുടർന്ന് വർഷയുടെ അച്ഛനും നിർദ്ദേശം കൊടുക്കുക, ഞാൻ ആ വണ്ടിയെ ഫോളോ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയണം. എന്നാൽ അവൻ്റെ കാര്യം അങ്ങ് തീർത്ത് കളഞ്ഞേക്കാൻ പറയാം. കൂടെ വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്, ഒരു കുഞ്ഞുണ്ട്, ആ വേദയുണ്ടെന്ന് പറയാം. എന്നാ വേണ്ട, വേദയ്ക്കോ കുഞ്ഞിൻ്റെ ഒരു ആപത്തും വരാൻ പാടില്ലെന്ന് പറയണം. അന്നൊരു കാര്യം ചെയ്യുക, അവരെങ്ങോട്ടാണ് പോകുന്നത് എന്താ ചെയ്യുന്നതൊക്കെ ഫോളോ ചെയ്യാൻ പറയണം. അങ്ങനെ എന്ത് ചെയ്യണം? വിക്രത്തിൻ്റെ ബൈക്കിന് പുറകെ അവൻ ഗുണ്ടാഭിലാഷ് കാർ ഓടിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ അവരൊരു പാർക്കിൻ്റെ അങ്ങോട്ട് ആദ്യം പോയത്. അതിനുശേഷം അവർ കടത്തിരുത്ത ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അപ്പുമോള് ചോദിച്ചു, അല്ല വേദ ചെറിയമ്മയുടെ ചെറിയച്ഛനെ കല്യാണം ഒന്നുകൂടെ നടത്താൻ പോകുമെന്ന് കേട്ടല്ലോ എന്ന് പറയണം. അതെന്താ അങ്ങനെ വീണ്ടും കെട്ടുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം
ഒരു നിമിഷം ആലോചിച്ചിട്ട് വിക്രം പറഞ്ഞു, ആരാ മോളോട് ഇതൊക്കെ പറഞ്ഞു? അതൊക്കെ ചുമ്മാ പറയുന്നതെന്ന് പറയണം. ആണോ ചെറിയമ്മേ? ചുമ്മാ പറയുന്നതാണെന്ന് നിൽക്കുക. അല്ല മോളെ, സത്യമായിട്ടുള്ള കാര്യമാണ്. ചെറിയച്ഛൻ്റെ ഒരു കഴുത്തിൽ ഒന്നുകൂടെ താലി കെട്ടുന്നുണ്ടെന്ന് പറയും. അതെന്താ അങ്ങനെ വീണ്ടും കെട്ടുന്നേ? അതോ ആദ്യം കെട്ടിയപ്പേ അത്ര ശരിക്കും അങ്ങോട്ട് ഉറപ്പിച്ച് കെട്ടിയില്ലായിരുന്നു. ഉറപ്പിച്ച് കിട്ടിയില്ലെന്ന്? അതേന്നേ, അതെ, കുറേ കാലം ഒന്നിച്ച് ജീവിക്കേണ്ടതല്ലേ, അപ്പോൾ അതുകൊണ്ടത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ നല്ല ബലമായിട്ട് കിട്ടുന്നതാന്ന് പറയണം. ഇപ്പം എനിക്ക് മനസ്സിലായെന്ന് പറയാം. പിന്നീട് വേദം പറഞ്ഞ്, കണ്ടോ കൊച്ചിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, അല്ലാതെ കൊച്ചുങ്ങൾ എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിയുമ്പോഴത്തേനും പിന്നെ അതിനെ എതിർത്ത് പറയുകയല്ല ചെയ്യേണ്ടതെന്ന് പറയണം. ഇത് കേട്ടം വിക്രം രൂക്ഷമായിട്ട് വേദനയെ നോക്കണം. ആ സമയം ഗുണ്ടാഭിലാഷ് അവരുടെ പുറകെ പമ്മി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കി നിൽക്കണം. പിന്നീട് അപ്പമോളൊക്കെ ഐസ്ക്രീമായിട്ടും ഓരോ സാധനങ്ങളായിട്ടൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ബീച്ചിൽ കൂടെ കുറേ സമയം നടക്കുന്നു, വർത്താനം പറയും, ചിരിച്ച് പിന്നെ കളിക്കുന്ന കണ്ണുപുത്തിക്കളിയെ കളിക്കുകയാണ്. ആ സമയത്ത് വിക്രത്തിൻ്റെ കണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും വേദയും അപ്പമോളും കൂടെ ഓടുവാണ്. ആ സമയത്ത് അപ്പമോള് കുറച്ചും കൂടെ മാറി ഒരു വെള്ളത്തിൻ്റെ സൈഡിലേക്ക് പോയി നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് പുറയുന്ന ഗുണ്ടാഭിലാഷും മോളേന്നും പറഞ്ഞ് വിളിക്കുന്നത്. തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേനും മോള് ഞെട്ടിപ്പോയി. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് പേടിയായി. അപ്പമോൾ അങ്ങോട്ടേക്ക് ഓടുവാണ്. ഈ സമയത്ത് അപ്പമോളാന്ന് കരുതിയിട്ട് വേദയെ കയറി കെട്ടിപ്പിടിക്കുകയാണ് വിക്രം. ഈ സമയത്ത് മോൾ ഓടി ചെന്നിട്ട് പറഞ്ഞു, അതെ അവിടെ ഒരാളെന്ന് പറയണം. ആളോ? അങ്ങോട്ട് ചെന്ന് ഇപ്പം ആരും കണ്ടില്ല, മോൾക്ക് തോന്നിയതായിരിക്കുന്ന. അല്ല ചെറിയച്ഛൻ, ഞാൻ കണ്ടാന്ന് പറയണേ. പിന്നീട് വേദ പറഞ്ഞു, ശരിയാന്ന് നമുക്ക് പോയേക്കാന്ന് പറയാം. അപ്പോഴത്തേക്കും പതുക്കെ ഇരുട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ തിരികെ പോരുവാണ്. ആ സമയത്ത് അഭിലാഷ് ഇങ്ങനെ പിന്തുടരുന്നുണ്ടായിരുന്നു വിക്രത്തിനെ. പിന്നീട് കുറേ ദൂരം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. വിക്രം പറഞ്ഞു, ശരി ഇപ്പം തന്നെ വരണമെന്ന് ചോദിക്കണം. ഇപ്പം വരണമെന്ന് പറയണം. ശരി സാർ ഇപ്പം തന്നെ വരാമെന്ന് പറയണം. പിന്നീട് വിക്രം പറഞ്ഞു, ഇവിടെ ഇറങ്ങാൻ പറയണം. തീരം വിക്രം ഇതിനോട് വേദ ചോദിച്ചു, ഇവിടെയോ? ഈ റോഡിലോ? പിന്നെ റോഡിലല്ലാതെ കാട്ടിലൊന്നും അല്ല കൊണ്ടുവിട്ടിരിക്കുന്നത്, ഇവിടെ ഇറങ്ങാൻ പറയാണ്. അല്ല എന്തിനാ ഇറങ്ങണേ? അതെ സാറിനെ വിളിച്ചിട്ട് എനിക്ക് പോകണമെന്ന് പറയാം. സാറ് വിളിച്ചപ്പോൾ ഞങ്ങൾ നടുറോട്ടിലിട്ട് വിട്ട് പോവാല്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം അവരുടെ ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞപ്പോൾ വിക്രം അവരോട് കയറാൻ പറഞ്ഞു. അങ്ങനെ അവരെ ഓട്ടോറിക്ഷയെ കയറ്റി വിടുവാണ്. വിക്രം അങ്ങോട്ട് പോവാണ്. പിന്നീട് കമല അയൽവക്കത്തുള്ള ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് 100 കൂട്ടം സംശയങ്ങളാണ്. എന്തിനാ വീണ്ടും താലി കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ ആദ്യം താലി കെട്ടിയത് വെറുതെ ആണെന്നൊക്കെ. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളൊക്കെ കമല കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേദയും അപ്പമോളും കൂടെ അങ്ങോട്ട് വരുന്നത്. ഈ സമയം നന്ദിനിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. പിന്നീട് ആ ചേച്ചി ചോദിച്ചു, നിങ്ങളിത് എവിടെ പോയതാ? എനിക്ക് ഒന്ന് കറങ്ങാൻ പോയതാ. ഈ സമയത്തോ? അതെന്താ ഈ സമയത്ത് കറങ്ങാതെ പിന്നെ നട്ടുച്ചയ്ക്കാണോ പോയി കറങ്ങണേന്നൊക്കെ ചോദിക്കുകയാണ്. ആ പുള്ളിക്കാരത്തി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ അവർ രണ്ടും കൂടെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി ചോദിച്ചു, ഓഹോ രണ്ടുപേരും ചുറ്റിയടിക്കാൻ പോയിട്ട് വരുന്നതായിരിക്കും, ഇന്നും നടുറൂട്ടിൽ ഇറക്കി വിട്ട് കാണും അല്ലേ, അതുകൊണ്ടായിരിക്കും ഓട്ടോറിക്ഷയ്ക്ക് വന്നല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതുകൊണ്ടൊന്നും അല്ല, അതെ വിക്രത്തിന് അത്യാവശ്യമായിട്ട് ഓട്ടം പോണായിരുന്നു. സാറ് വിളിച്ച് ശ്രീനിവാസ് സാറ് വിളിച്ചപ്പോൾ ഞാനാ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ എന്ന് വെച്ചാൽ വിക്രത്തിന്റെ കാര്യങ്ങളൊക്കെ നീയല്ലേ തീരുമാനിക്കണമെന്ന് ചോദിക്കും. പിന്നെ അല്ലാതെ ഞാൻ അല്ലാതെ ആരാ? നന്ദിനിയടുത്തെയാണോ തീരുമാനിക്കണമെന്ന് ചോദിക്കണം. ഈ സമയം ശ്രീജ അപ്പമ്മളോട് ചോദിച്ചു, അത് ചെറിയച്ഛൻ മോൾക്ക് എന്തൊക്കെ വാങ്ങി തന്നു ചോദിക്കാം. അതെ ഐസ്ക്രീം വാങ്ങി തന്നു, പിന്നെ ജ്യൂസ് വാങ്ങി തന്നു, മുട്ട പപ്സ് വാങ്ങി തന്നു എന്നൊക്കെ പറയണം. ഓഹോ കൊള്ളാലോ എന്നൊക്കെ നന്ദിനി പറയണം. പിന്നീട് പറഞ്ഞു, അത് മാത്രമല്ല ഞങ്ങളവിടെ കണ്ണുപൊത്തിക്കളി എല്ലാം കളിച്ചെന്ന് പറയണം. ഈ സമയം ഞാനാന്ന് കരുതിയിട്ട് വേദ ചെറിയമേനെ കെട്ടിപ്പിടിച്ചു. ചെറിയച്ഛൻ പറയണം. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഈ അപ്പുമോളുടെ ഒരു കാര്യം നന്ദിനിക്കത് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. ഓഹോ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നീട് അവരെല്ലാം കൂടെ കയറിപ്പോയപ്പോൾ വേദ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും നന്ദിനി വിളിച്ചു, നീ ഭയങ്കര സ്വപ്നം കാണുമായിരിക്കില്ലേ രണ്ടാമത് കല്യാണം നടക്കുമെന്ന്. വെറുതെ അടി, അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ട് ഞാൻ വേദ പറഞ്ഞു, നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ. എന്താണെങ്കിലും അന്നത്തെ ദിവസം കല്യാണം നടക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് പായസം കൂടുതലായിട്ട് ഞാൻ എന്താണെങ്കിലും നന്ദിനി അടുത്തേക്ക് തരുമെന്ന് പറയാണ് എന്നും പറഞ്ഞ് വേദ അങ്ങോട്ട് കയറിപ്പോയപ്പോൾ നന്ദിനിക്ക് സഹിച്ചില്ല. ആ സമയം വിക്രത്തിനെ ഫോളോ ചെയ്ത് പോവാണ് ഗുണ്ടാഭിലാഷൊക്കെ. അപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ അമ്മായിച്ചന് വർഷയുടെ അച്ഛനും കൂടെ കാറിലേക്ക് വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞതേ അവനെ ഫോളോ ചെയ്ത് എത്രയും പെട്ടെന്ന് പോയി ഇടിച്ചു തെറിപ്പിക്കാൻ പറയാണ്. അങ്ങനെ അവർ കാത്തിരുന്നു. അപ്പോൾ ഈ സമയത്ത് വർഷയുടെ അച്ഛൻ പറഞ്ഞു, CCTV ദൃശ്യങ്ങളില്ലാത്തടത്ത് വേണം അവനെ ഇടിച്ചു തെറിപ്പിക്കാനെന്ന് പറയണം. അങ്ങനെ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത്, അധികം ആൾക്കാരൊന്നും വരാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇടിച്ചു തെറിപ്പിക്കുകയാണ് വിക്രത്തിനെ. വിക്രം തെറിച്ച് വീണു. വിക്രത്തിന് അപ്പോൾ തന്നെ ബോധം പോയി സൈഡിലേക്ക് തെറിച്ച് വീഴുകയാണ്. ചോര വാർന്ന് പോകാൻ തുടങ്ങി. ആ സമയത്ത് ശ്രീകാന്തിൻ്റെ അമ്മായച്ചനും ഗുണ്ടാഭിലാഷും ഇറങ്ങി വന്ന് നോക്കി. പിന്നീട് പതുക്കെ എന്ത് ചെയ്യാണ്, ഗുണ്ടാഭിലാഷ് പറയുന്നത് തൻ്റെ വടിവാളെടുത്തിട്ട് അവരെ ബാക്കിയും കൂടെ കുറച്ച് ജീവനുണ്ട് വെട്ടിക്കൊല്ലാൻ തുടങ്ങിയപ്പോഴത്തേനും വർഷയുടെ അച്ഛൻ പറഞ്ഞു, വേണ്ട അങ്ങനെ ചെയ്യില്ലെന്ന് പറയാം. അതെന്താ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പിടിക്കപ്പെടുമെന്ന് പറയണം. ഇവിടുത്തെ കേരള പോലീസ് വെറുതെ ഇരിക്കുന്നല്ലോ.
അവന്മാരെന്താണെന്ന് നമ്മളെ കണ്ടുപിടിക്കുമെന്ന് പറയണം. അതുകൊണ്ട് അത് വേണ്ട, ഇവൻ ഇവിടെ കിടന്ന് ചോര വാർന്ന് കിടന്ന് ചത്തുപോയിക്കോളും, ഈ വഴി ആരും കൂടുതലായിട്ട് വരാനൊന്നും പോകുന്നില്ലെന്ന് പറയണം എന്നും പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പോവാം. ഈ സമയത്ത് വിക്രം ഇങ്ങനെ ചോര വാർന്ന് റോഡിൻ്റെ സൈഡിൽ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.